சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியൽ அமைப்பிற்கும் சட்டத்திற்கும் ഇണങ്ങ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് വിജയ സത്യപ്രതിജ്ഞയാണ് കേട്ടോ ഈ കണ്ട വീഡിയോ. ഇതിൽ നമ്മുടെ തമിഴ്നാട്ടിൽ ടോട്ടൽ 234 സീറ്റിൽ വിജയ് 108 സീറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വിജയുടെ പവർ എത്രയാണെന്ന് നമുക്കിനി അങ്ങോട്ട് പോകെ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ വിജയ് തമിഴ്നാട്ടിൽ ഇലക്ഷന് നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ച് പുള്ളിക്കാരെ എന്തിനാണ് ഈ ഇലക്ഷന് നിൽക്കുന്നത്? പുള്ളിക്കാരൻ സിനിമകൾ ചെയ്ത് തന്നെ പോയിക്കൂടോ. അത്യാവശ്യം നല്ല പവർഫുൾ ഫാൻസ് ഉള്ള നടനാണ് നമ്മൾ വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് വിജയ് എന്തിനാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഇലക്ഷൻ നിൽക്കുന്നത്? പുള്ളിക്കാരൻ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ഓപ്പോസിറ്റ് സ്റ്റാലിനൊക്കെയാണ്, പവർഫുള്ളായിട്ടുള്ള പൊളിറ്റീഷ്യനൊക്കെയാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാലിൻ്റെ കൂടെയൊക്കെ വിജയ് മത്സരിക്കാൻ നിൽക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു പുള്ളിക്കാരൻ എന്തൊന്ന് വയ്യേ. കാരണം ഇത്രയും പവറുള്ള ആളുടെ കൂടെ ഇലക്ഷൻ എന്ന് കഴിഞ്ഞാൽ വിജയ് എത്ര സീറ്റ് കിട്ടും? വിജയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് വെച്ച് ഇലക്ഷൻ സമയമാകുമ്പോൾ ഒരു ഫാൻസുകാർ പൊളിറ്റിക്ക് അവിടെ നോക്കും, സിനിമയിലല്ലോ നോക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വിജയ് പൊട്ടും, പിന്നെ എന്തിനാണ് പുള്ളിക്കാരൻ ചുമ്മാ ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു സത്യം പറഞ്ഞാൽ. മനസ്സിലായി. കാരണം വിജയ്ക്ക് സിനിമയായിട്ടാണെങ്കിൽ നല്ല ബന്ധം കാണും, പക്ഷേ പൊളിറ്റിക്കലിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ എന്ത് ബന്ധം അല്ലെങ്കിൽ എന്ത് കാര്യം അറിയാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ പുള്ളിക്കാരൻ്റെ 2-3 പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗങ്ങൾ കണ്ടപ്പം കൊള്ളാം, നല്ല അടിപൊളി, അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാൻ പവറുള്ളൊരു ആളും കൂടിയാണ് വിജയ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും ഞാൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷ വിജയ് പൊട്ടും. സംസാരിക്കേണ്ട പൊളിറ്റിക്ക് സിനിമ എന്ന് പറയുമ്പോൾ സിനിമ വേറൊരു മേഖലയാണ്, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ സംസാരിക്കേണ്ട വേറെയാണ്. മറ്റേ സിനിമയിൽ എഴുതി കൊടുത്ത ഡയലോഗ് പറയുന്നു, പാർട്ടിയിലോട്ട് വരുമ്പോൾ എന്താ പറയുക, ജനങ്ങളടുത്ത് നമ്മൾ ലൈവാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ലൈവായിട്ട് സംസാരിക്കണം. അവിടെ എഴുതി കൊടുക്കുന്നത് സ്ക്രിപ്റ്റോ ഒന്നുമല്ല, നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വിജയ് നല്ല സൂപ്പറായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച് ജയിക്കുമോ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ജയിച്ചു നേടുമ്പോൾ എൻ്റെ കണ്ണ് തള്ളി, സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളി. അപ്പോൾ നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്, ഞാൻ നമ്മളെ കേരള റിസൾട്ടിനെക്കാളും കൂടുതലും തമിഴ്നാട്ടിൽ വിജയ് അവിടെ എങ്ങനെയായിരിക്കും അവിടെ തീരോട്ടാണ് എൻ്റെ ശ്രദ്ധ കൂടുതൽ പോയതോട്ടെ. തമിഴ്നാട്ടിൽ വിജയ് ജയിക്കുമോ, അതാ ആര് കൊണ്ടുപോകും? പക്ഷേ 108 സീറ്റ് കിട്ടിയെന്ന് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണ് തള്ളി. ഏറ്റ ദൈവമേ, പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ സിനിമയിൽ മാത്രമല്ല മാസ്, പുള്ളിക്കാരൻ ജീവിതത്തിലൊരു മാസമാണെന്ന് തെളിയിച്ച് കഴിഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഈ തമിഴ്നാട് CM ആയത് തന്നെ, മനസ്സിലായില്ല? അപ്പോൾ ഇനി നമ്മൾ തമിഴ്നാട്ടിൽ എന്തൊക്കെ മാറ്റം വരുമോ ഇനി നമുക്ക് അങ്ങോട്ട് പോകെ കണ്ടറിയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആൾക്കാരും കേരളത്തെക്കാളും കൂടുതൽ തമിഴ്നാട്ടിലേക്ക് ശ്രദ്ധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ കേരളത്തെക്കാളും തമിഴ്നാട്ടിലോട്ടാണ് എൻ്റെ ശ്രദ്ധ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച നടന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ മൊത്തം തമിഴ്നാട്ടിലാണ്. CM ആകുമോ വിജയ് CM ആകുമോ അതിലോട്ടാണ് എൻ്റെ ശ്രദ്ധ കൂടുതലും പോയത്. കാരണം നമ്മൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റോട് നിൽക്കുകയാണ്. കാരണം വിജയുടെ മേഖല അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത്, ഏത് ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പുള്ളിക്കാർ രാഷ്ട്രീയത്തിൽ പിടിച്ച് നിൽക്കുമോ, പുള്ളിക്കാരെ ഉറപ്പിച്ച് നിൽക്കുമോ, വേറെ ഉറപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നത്തില്ല. ആ ഒരു ഇതായിട്ടിലോട്ടാണ് ഞാൻ പോയി സത്യം പറഞ്ഞാൽ. വിജയ് പെട്ടെന്ന് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരൻ ഇത്ര പെട്ടെന്ന് അവിടെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര സെറ്റപ്പായി. എനിക്ക് തോന്നുന്നു ഇനി എന്തൊക്കെ മാറ്റം വരുമെന്ന് നമുക്കിനി അങ്ങോട്ട് അറിയാം. വിജയതിലെ എന്തൊക്കെ മാറ്റമാണ് വരാൻ പോകുന്നത്. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയാം. എങ്ങനെയാണ് വിജയയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ എന്ന് വെച്ചാൽ എനിക്കും സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ വളരെ എന്ന് വെച്ചാൽ സിനിമയിൽ നിന്ന് മാറിയപ്പോൾ എനിക്കെന്തൊരു വിഷമം പോലെ. കാരണം ഇത്ര നമ്മൾ പുള്ളിക്കാരുടെ സിനിമകൾ കണ്ടുകൊണ്ട് ആ ഒരു സ്പിരിറ്റിലിരുന്നില്ല. ഇനി നമ്മുടെ സിനിമയിലെ മാസമല്ല കാണാൻ പോകുന്നത്, ഇതിന് പുള്ളിക്കാരൻ്റെ ജീവിതത്തിൻ്റെ കുറേ മാസ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തമിഴ്നാട് പിന്നെ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പയ്യന്മാർ വഴിതെറ്റുന്നതിലുണ്ടാകുന്ന എന്താ പറയുക, കഞ്ചാവും അതും ഇതൊക്കെ ഇട്ടൊക്കെ കുറേ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അതിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ അടിച്ച് ക്ലീൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. കുറേ ആൾക്കാർ മാറണം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ കേരളത്തിൽ ഇതുപോലെ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ കേരളത്തിൽ ഉണ്ടാവണം. നമ്മളെ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളെ വിജയെപ്പോലെ ഒരു പവർഫുള്ളായിട്ടുള്ള നേതാക്കന്മാർ നമ്മളെ കേരളത്തിലും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് കയറിയതേ ഉള്ളൂ, നമുക്കതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇനി അവരെ പോരാട്ടം എങ്ങനെ നമുക്ക് കണ്ടറിയാം. എന്താ പറയുക, നമ്മളെ പിണറായി സഖാവിൻ്റെത് ഞാൻ പറഞ്ഞില്ല, എനിക്കതൊരു തോൽവിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും ആൾക്കാർ അതൊരു വൻ പരാജയമായിട്ടാണ്, പുള്ളിക്കാരൻ്റെ ഭരണം വൻ പരാജയമായിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ ഭരണം എങ്ങനെ നമുക്ക് കണ്ടറിയാം, അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ വിജയുടെ ഭരണം ഇനി എങ്ങനെ നമുക്ക് കണ്ടറിയാം. എന്തായാലും 2 ഭരണവും അടിപൊളിയാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയായിരിക്കും വിജയുടെ ഭരണവും നമ്മുടെ VD സതീശൻ നമ്മുടെ VD സതീശൻ സാറിൻ്റെ ഭരണവും എങ്ങനെയെന്ന് നമുക്കിനി കണ്ടറിയാം. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ത്രില്ലടിച്ച് ഉറപ്പായിട്ട് എല്ലാവരും ത്രില്ലിംഗ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള അടുത്ത വിജയുടെ ഭരണം എന്താകും എന്നായിരിക്കും നിങ്ങളെല്ലാം ത്രില്ലടിക്കുന്നത് എന്നെ പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും 2 ഭരണം അടിപൊളിയാവട്ടെ.